Hi dears, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്തവണത്തെ ചെറിയ പെരുന്നാളിന്റെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. പിന്നെ എല്ലാവരും നല്ല സന്തോഷത്തോടെ കൂടി തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ പെരുന്നാളൊക്കെ ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാര്യമായിട്ട് നമ്മൾ പെരുന്നാളിന്റെ അന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ കാണിക്കുന്നത്. ചെറിയൊരു ഫുഡ് വ്ലോഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ട് ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഉള്ളത് അബുദാബിയിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള പെരുന്നാളായിരുന്നു. പ്രത്യേകിച്ച് ഷിംകാക്ക് ഡ്യൂട്ടി ആയിരുന്നു, ലീവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ വിളിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നടത്താൻ പറ്റിയിട്ടില്ല. ചെറിയ രീതിയിൽ ഒരു 2-3 ആളെ എക്സ്ട്രാ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ രാവിലെ ആദ്യത്തെ പണി ഉണ്ണിയപ്പം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ മാവ് തലേദിവസം രാത്രി തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ റെസിപ്പി നമ്മൾ മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ചെയ്ത് നോക്കിയിട്ട് നല്ല കമൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ ഒരു 1/2 കിലോ അളവിൽ കുറഞ്ഞ അളവിലേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. നമ്മൾ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ തലേദിവസം രാത്രി തന്നെ ഉണ്ണിയപ്പം ചുട്ട് വെക്കലുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡിയായിട്ട് ആദ്യം തന്നെ സൈഡിലേക്ക് മാറ്റി വെക്കാം. ഉണ്ണിയപ്പം റെഡിയാക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇടിയപ്പം അതുപോലെ തന്നെ മുട്ടക്കറിയാണ് കേട്ടോ. മുട്ടക്കറി നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ളതാണ്. റെസിപ്പി ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. രാവിലെ 2 ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഇടിയപ്പം മുട്ടക്കറി പിന്നെ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ ആയിരുന്നു. ഇനി അടുത്തത് നമ്മൾ കുറച്ച് കുനാഫയാണ് റെഡിയാക്കുന്നത്. അപ്പം ഈ ഒരു കുനാഫയുടെ റെസിപ്പി ഞാൻ ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല കേട്ടോ. ഉടനെ തന്നെ ചെയ്യാം. ഓവനൊന്നും ഇല്ലാതെ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും ഉടനെ തന്നെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ആദ്യം തന്നെ അങ്ങ് റെഡിയാക്കി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കുനാഫ ബേക്കായി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് പായസത്തിനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ഇത് ഗോതമ്പ് പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നുറുക്ക് ഗോതമ്പല്ല, നമ്മൾ അലീസൊക്കെ ഉണ്ടാക്കുന്ന വലിയ ഗോതമ്പ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പായസത്തിൻ്റെ റെസിപ്പി നമ്മൾ മുൻപ് ചെയ്തിട്ടില്ല, അതാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് വേവിക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല. കാരണം വെച്ചാൽ നമ്മൾ എല്ലാ പരിപാടികളും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. റെസിപ്പി മുൻപ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. പായസം ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. താഴെ കുറച്ച് ആളുകൾക്ക് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ലിങ്ക് താഴെ ഉണ്ട് കേട്ടോ. ഈ ഒരു സമയത്തേക്ക് നമ്മൾ കുനാഫ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് മേലെ കുറച്ചൊരു പിസ്തയൊക്കെ പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഷുഗർ സിറപ്പ് ഇപ്പോഴേ ഒഴിച്ച് വെക്കുന്നുണ്ട്, ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ലാസ്റ്റ് ഫുഡൊക്കെ കഴിഞ്ഞ് സെർവ് ചെയ്യുന്ന സമയത്ത് നല്ല ചൂടോട് കൂടിയിട്ടുള്ള ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊരു സൈഡിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വീറ്റായിട്ട് ഈ ഒരു കുനാഫയും പിന്നെ നമ്മുടെ പായസവും ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഇത്തിരി നമ്മൾ ഇപ്പോൾ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പൈനാപ്പിൾ സൂഫ്ല ഉണ്ടല്ലോ, അപ്പോൾ അതും കുറച്ച് ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇന്നത്തെ മെയിൻ റൈസ് ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ കബാലിയത്ത്, ചിക്കൻ കബാലിയത്താണ് റെഡിയാക്കുന്നത്. 2 റൈസ് ഉണ്ടാക്കുന്നില്ല കേട്ടോ, ഒരു റൈസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ മസാലയൊക്കെ ആക്കി റെഡിയാക്കിയിട്ടുണ്ട്. ക്യാരറ്റും ക്യാപ്സിക്കൊക്കെ ഇട്ടിട്ടുള്ള മുൻപ് ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് അറിയുമെന്ന് വിചാരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോറ് തന്നെയാണിത്. അപ്പോൾ ഈ ഒരു കബാലിയത്തിൻ്റെ ചിക്കനൊക്കെ ഇവിടെ കിടന്ന് വെന്ത് റെഡി ആകുമ്പോഴേക്കും വേറെ അടുപ്പിൽ നമുക്ക് ഇതിലേക്കുള്ള റൈസും റെഡിയാക്കി വെക്കാം. റൈസ് സിമ്പിളായിട്ടുള്ള റൈസ് നമുക്കറിയാലോ. അപ്പോൾ ആ ഒരു റൈസ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബീഫ് ഡ്രൈ ഫ്രൈ ആക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മുൻപ് ചെയ്തിട്ടില്ല. ബീഫ് കുറച്ച് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതിന് ശേഷം മുറിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് മുളക് പൊടിയും കാര്യങ്ങളൊക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് നേരത്തെ ഒന്ന് മസാല ആക്കി വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഞാൻ ആദ്യമേ ആക്കി വെച്ചിട്ടുണ്ട് ശരിക്കും. എന്നിട്ട് പിന്നെ നമുക്ക് ആ ഒരു സെർവ് ചെയ്യുന്നതിൻ്റെ കുറച്ച് മുൻപ് നല്ല ചൂടോട് കൂടി തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ആ ഒരു ചോറും കബാലിയത്ത് മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതപ്പോൾ ബീഫ് ഫ്രൈ ചെയ്ത് അതും റെഡി ആയിട്ടുണ്ട്. ബീഫ് ഫ്രൈ ചെയ്ത് ഈ ഒരു ചൂടുള്ള എണ്ണയിലേക്ക് കുറച്ചൊരു കുബൂസ് ഇതുപോലെ മുറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ബീഫിൻ്റെ ഒക്കെ മേലെ ഇങ്ങനെ ഇട്ട് സെർവ് ചെയ്യാൻ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാലഡൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലേക്കും കുറച്ചിങ്ങനെ ഇട്ടിട്ട് നല്ല ക്രിസ്പിയിൽ കഴിക്കാൻ നല്ല ടേസ്റ്റൊക്കെ. അപ്പോൾ അത് കുറച്ച് ഫ്രൈ ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴിക്കാൻ വേണ്ടി എടുക്കുകയാണ്. നമ്മൾ കബാലിയത്ത് സെർവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇതുപോലെ ഒരു സൈഡിൽ റൈസും ഒരു സൈഡിൽ മസാലയായിട്ടാണല്ലോ വെക്കൽ. അപ്പോൾ ഈ ഒരു രീതിയിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഇപ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിലേക്കുള്ള സൈഡായിട്ടുള്ള സാലഡും അതുപോലെ തന്നെ നമ്മളെ മയണൈസ് കാര്യങ്ങൾ, ചമ്മന്തി കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഗസ്റ്റ് ഒന്നുമില്ല, ഒരു 3 ആൾക്കാരെ ഗസ്റ്റ് ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ചെറിയ രീതിയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ ടേബിളിലേക്ക് എടുത്ത് വെക്കുകയാണ്. റൈസൊക്കെ സെർവ് ചെയ്യുന്ന സമയത്ത് 2 പ്ലേറ്റിലൊക്കെ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിൽ ജസ്റ്റ് ഒരു കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം. കുറച്ചൊരു അനാറ അതിൻ്റെ മേലെ കൂടി ഇട്ടിട്ട് വെറുതെ റൈസ് മാത്രം എടുത്തിട്ടുണ്ട്. കുറച്ച് മസാല മാത്രമായിട്ട് വേറെ എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ചെറിയ പെരുന്നാൾ വിശേഷങ്ങൾ. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വലിയ രീതിയിൽ വ്ളോഗായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാര്യം ഷിംകാക്ക് ഡ്യൂട്ടി ആയിരുന്നു. ഫുഡ് കഴിച്ച് ഉടനെ തന്നെ ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് പോകണമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ചെറിയ രീതിയിൽ എടുത്തത് കേട്ടോ. പിന്നെ പുറത്ത് പോകാനും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അത് ഉൾക്കൊള്ളിക്കാൻ കഴിയാത്തത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ കുറേ റെസിപ്പീസൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല. പക്ഷേ അതിൻ്റെയൊക്കെ റെസിപ്പീസ് നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ എടുത്ത് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കുനാഫ നമ്മൾ ചെയ്തിട്ടില്ല. അതുടനെ തന്നെ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്